ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് നമ്മുടെ ഗൂഗിൾ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള ഒരു അടിപൊളി സെറ്റപ്പാണ്. ഇത് എല്ലാവരുടെ ഫോണിലും ഉണ്ടാവും. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മുടെ ഫോൺ ആരെങ്കിലും ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, നമ്മൾ മറ്റേ ഈ ട്രെയിനിൻ്റെയൊക്കെ സൈഡിൽ ഇരുന്നിട്ട് ഫോൺ നോക്കിയിരിക്കുമ്പോൾ ഫോൺ തട്ടിപ്പറിച്ച് ഒറ്റ ഓട്ടമായിരിക്കും. അങ്ങനെ പല വിധത്തിലും ഫോണ് നമുക്ക് നഷ്ടമാവും. ചിലപ്പോൾ നമ്മൾ എവിടെയെങ്കിലും മറന്നു വെച്ച് പോകും, എന്നിട്ട് നമുക്ക് എടുക്കാൻ ചെല്ലുമ്പോൾ അത് സാധനം അവിടെ കാണില്ല. അങ്ങനെ പല വിധത്തിൽ നമ്മളെ ഫോൺ നമ്മളെ കയ്യിൽ നിന്ന് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ആ ഫോണ് നമുക്ക് എങ്ങനെ സേഫാക്കാം, നമുക്ക് എങ്ങനെ അത് കണ്ടുപിടിക്കാം, അത് മറ്റുള്ളവർ അതിൻ്റെ ഡാറ്റാസ് ഒന്നും യൂസ് ചെയ്യാതിരിക്കാം, അങ്ങനെ ഫുള്ള് സേഫാക്കി വെക്കാൻ നമ്മൾ ഗൂഗിൾ തന്നെ നമുക്ക് ഒരുക്കിയിട്ടുള്ള സെറ്റിങ്സാണ് ഞാനിന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്തിട്ട് താഴെ വരിക. താഴെ വരുമ്പോൾ ഗൂഗിൾ എന്നൊരു ഓപ്ഷൻ കാണും. ഈ ഗൂഗിൾ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആൾ സർവീസ് ഉണ്ട്. ആൾ സർവീസ് ക്ലിക്ക് ചെയ്തിട്ട് നേരെ താഴെ വരിക. ഏറ്റവും താഴെ വന്നിട്ട് ഇവിടുന്ന് പേഴ്സണൽ ആൻഡ് ഡിവൈസ് സേഫ്റ്റി ഇതിൽ കാണാം തെഫ്റ്റ് പ്രൊട്ടക്ഷൻ. ഇത് ഗൂഗിൾ ഒരുക്കിയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ അതായത് ഇങ്ങനെ ഫോൺ വാങ്ങിയിട്ട് ഓടിപ്പോവാണ് ഒരാൾ. ഇപ്പോൾ ഒരു കാണിക്കുന്നുണ്ടോ, ഒരു ഇത് കാണിക്കുന്നുണ്ടോ, ഫോണ് തട്ടിപ്പറിച്ചു ഓടിപ്പോണു, പക്ഷേ ലോക്കായി പോകും ഫോണ്. പക്ഷേ അതിന് നമ്മൾ എന്ത് ചെയ്യണം, തെഫ്റ്റ് ഡിറ്റക്ഷൻ ലോക്ക്, ഈ ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഓണാക്കി വെക്കണം. ഫോണ് ആരെങ്കിലും തട്ടിപ്പറിച്ച് ഓടുകയാണെങ്കിൽ നമ്മുടെ ഫോൺ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ലോക്കായി കിട്ടും. അവർക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഇൻ്റർനെറ്റ് ഓൺ ആണെങ്കിൽ അതേപോലെ ലൊക്കേഷൻ ഓൺ ആണെങ്കിൽ ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എവിടെയാണ് നമ്മൾ ഫോണുള്ളത് എന്ന് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റില്ലേ. ആഫ്റ്റർ അതായത് ദ സ്ക്രീൻ വിൽ ലോക്ക് ഷോർട്ട്ലി യുവർ ഡിവൈസ് വോയിസ് ഓഫ്ലൈൻ ടു ഹെൽപ്പ് പ്രൊട്ടക്റ്റ് യുവർ ഡാറ്റ. അതായത് പിന്നെ നമ്മൾ ഫോൺ ലോക്ക് തുറന്നാലേ നമുക്ക് അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓഫ്ലൈൻ ഡിവൈസ് ലോക്ക്, അതായത് ഇൻ്റർനെറ്റ് പെട്ടെന്ന് ആരെല്ലാം ഓഫാക്കി കഴിഞ്ഞാൽ അപ്പോൾ ഫോൺ ലോക്കാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതും ഓക്കെ കൊടുക്കുക. പിന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് റിമോട്ട് ലോക്ക് എന്ന് പറയും. ഈ റിമോട്ട് ലോക്ക് എന്ന് പറഞ്ഞാൽ സ്റ്റോൺ യുവർ ലോക്ക് സ്ക്രീൻ വിത്ത് ജസ്റ്റ് എ ഫോൺ നമ്പർ. അതായത് നമ്മുടെ ഫോൺ നമ്പർ വെച്ചിട്ട് നമുക്ക് അത് ലോക്കാക്കാൻ പറ്റും. അതെങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. അതായത് റിമോട്ട് ലോക്ക് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കണ്ടോ, ഈ ഒരു ഓപ്ഷനിൽ ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഓഫായിട്ടായിരിക്കും കിടക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഓണാക്കി വെക്കണം. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെ നമ്പർ ഫൈൻഡ് മൈ ഡിവൈസിൽ നമ്മൾ നമ്പർ അടിക്കുക. ഏത് ഫോണാണോ മിസ്സായത് ആ ഫോണിലുള്ള നമ്പർ അതിൽ ഡയൽ ചെയ്യുക. ഡയൽ ചെയ്തിട്ട് നമുക്കത് ലോക്ക് ചെയ്യാൻ പറ്റും. വേറൊരു ഫോണിൽ നിന്ന് അത് ലോക്ക് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ഒരു ഫോണ് നമ്മൾ മിസ്സായ ഫോണ് വേറെ ആരുടെയെങ്കിലും കയ്യിലാണെങ്കിൽ അത് നമ്മൾക്ക് ലോക്ക് ചെയ്യാൻ പറ്റും. ഇവിടുന്ന് തന്നെ ലോക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ ഫോൺ നമ്പർ അടിച്ചിട്ട് അത് നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് എന്നാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ജസ്റ്റ് ഇതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടിയിൽ ചെക്കിങ് യുവർ ഡിവൈസ് സെറ്റിങ്സ് ഇങ്ങനെ കാണുന്നുണ്ടോ, ഫോൺ നമ്പർ എന്നുള്ളതിൻ്റെ അടിയിൽ. അപ്പോൾ നമ്മുടെ ഫോണിൽ ഏതാണ് നമ്പർ അതാണ് അവിടെ ഫൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ നമ്പറാണ് ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓക്കെ ആയി, അത് ലോക്ക് അത് സെറ്റായി. അപ്പോൾ അങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമ്മൾ വേറെ ഫോണിൽ ഫൈൻഡ് മൈ ഡിവൈസിൽ നമുക്ക് ഈ നമ്പർ, നമ്മുടെ ഫോൺ നമ്പർ ഏത് ഫോണാണ് മിസ്സായി അതിലുള്ള ഫോൺ നമ്പർ അടിച്ചിട്ട് നമുക്കത് ലോക്ക് ചെയ്യാൻ പറ്റും. യൂസ് റിമോട്ട് ലോക്ക്, അങ്ങനെ ലോക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയും നമുക്ക് ലോക്ക് ചെയ്യാം. അപ്പോൾ ടോട്ടലി നമ്മളെ സേഫാക്കാൻ നമ്മൾ ഗൂഗിൾ ഇറക്കിയിട്ടുള്ളൊരു സെറ്റിങ്സാണത്. അവനേക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.